അപ്പോൾ മമ്മക്ക് കുറേ ബോട്ടിൽ വലിയ കവറിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആ അഡ്നോക്കിൻ്റെ ആ മെഷീനിൽ ഇങ്ങനെ ഇടുന്നു. അങ്ങനെ എന്താ സംഭവം എന്നുള്ള നമുക്ക് നേരിട്ട് പോയി കാണാൻ ചോദിച്ചു നോക്കാം. നമ്മൾ രാവിലെ ലോങ് യാത്ര പോലെയാണ്. രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ വെള്ളം എടുത്ത് വെക്കും. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടിൽ വണ്ടിയുടെ വേക്കൽ തന്നെ ഒരു കവറിലിട്ട് വെക്കും. അങ്ങനെ എടുത്തു വെക്കുന്ന ബോട്ടിലുകളാണ് ഇത്. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 10 പോയിന്റ് 10 ബോട്ടിലിട്ട് 100 പോയിന്റ് കിട്ടി. ഇതുപോലെയുള്ള മെഷീനുകൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു അഭിപ്രായക്കാരനാണ് ഞാനും. അഡ്നോക്കിൻ്റെ ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് റെഡ്യൂം ചെയ്യാൻ പറ്റും. വെറുതെ വെള്ളം കുടിക്കും, വലിച്ചെറിയും, റോഡിലേക്ക് വലിച്ചെറിയും. ആ സംവിധാനമെല്ലാം മാറി വരേണ്ട സമയങ്ങളൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. രണ്ടും സമയം വേസ്റ്റ് ഇല്ല നമുക്ക്. കാരണം അവിടെ പെട്രോളിന് അടിക്കാൻ വണ്ടി വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിയുമ്പോഴേക്ക് ഇത് ബോട്ടിൽ ഇതിന് മെഷീനിലിട്ടിട്ട് കഴിയും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് രണ്ടും കൂടെ നടക്കും. സ്പാർക്ക്മാനിൻ്റെ ആപ്പാണ്. നമുക്ക് ഈ ആപ്പ് ഓണായി കഴിഞ്ഞാൽ ഇതേതായിട്ട് ഇതാണ് ഈ ആപ്പ്. ഇങ്ങനെ ഒരു കാരിഫോറിലുണ്ട്, നൂണ്, അതുപോ നംഷി, H&M, ഇതൊക്കെ ഇവിടെ എല്ലാം നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, ബോട്ടിൽ ആരും വേസ്റ്റ് ആക്കാതെ ഈ ഒരു ഇതിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെതും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഇതൊക്കെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു. ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇങ്ങനത്തെ ഓരോ ഇപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ ഇതിന് നേട്ടമാണ്. അപ്പോൾ ആ നേട്ടങ്ങൾ കിട്ടുമ്പോൾ ജനങ്ങളതിന് ഒരു ആവേശം കാണിക്കും. അപ്പോൾ അത് ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നാട്ടിൽ ഇതൊക്കെ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾ പോയിന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ഓരോ ആളുകൾ കൊണ്ടുവന്നിട്ടിട്ട് അത് ഫുള്ളായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ഇവിടേക്ക് മാറ്റി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് പോയിന്റും കാര്യം കിട്ടി, അത്രയും ആളുകൾക്ക് പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ നാടും പുരോഗമിച്ച് നല്ല വേറെ ലെവലാണ്.